എസ്തർ 1-ാം അഹശ്വേരോശിൻ്റെ കാലത്ത് ഹിന്ദു ദേശം മുതൽ കൂശ് വരെ 127 സംസ്ഥാനങ്ങൾ വാണ അഹശ്വേരോശ് ഇവൻ തന്നെ. ആ കാലത്ത് അഹശ്വേരോശ് രാജാവ് ശൂഷൻ രാജധാനിയിൽ തൻ്റെ രാജാസനത്തിന്മേൽ ഇരിക്കുമ്പോൾ തൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ തൻ്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു. പാർസിയിലെയും മേദിയയിലെയും സേനാധിപന്മാരും പ്രഭുക്കന്മാരും സംസ്ഥാനപതികളും അവൻ്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു. അന്ന് അവൻ തൻ്റെ രാജകീയ മഹത്വത്തിൻ്റെ ഐശ്വര്യവും തൻ്റെ മഹിമാധിക്യത്തിൻ്റെ പ്രതാപവും ഏറിയ നാൾ 180 ദിവസത്തോളം തന്നെ കാണിച്ചു. ആ നാളുകൾ കഴിഞ്ഞ ശേഷം രാജാവ് ശൂഷൻ രാജധാനിയിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവരുമായ സകല ജനത്തിനും രാജധാനിയുടെ ഉദ്യാന പ്രാകാരത്തിൽ വെച്ച് 7 ദിവസം വിരുന്ന് കഴിച്ചു. അവിടെ വെൺകൽ തൂണുകളിന്മേൽ വെള്ളി വളയങ്ങളിൽ ശണനൂലും ധൂമ്രനൂലും കൊണ്ടുള്ള ചരടുകളാൽ വെള്ളയും പച്ചയും നീലയുമായ ശീലകൾ തൂക്കിയിരുന്നു. ചുവന്നതും വെളുത്തതും മഞ്ഞയും കറുത്തതുമായ മർമ്മരക്കല്ല് പടുത്തിരുന്ന തളത്തിൽ പൊൻകസവും വെള്ളിക്കസവുമുള്ള മെത്തകൾ ഉണ്ടായിരുന്നു. വിവിധാകൃതിയിലുള്ള പൊൻപാത്രങ്ങളിലായിരുന്നു അവർക്ക് കുടിപ്പാൻ കൊടുത്തത്. രാജവീഞ്ഞും രാജപദവിക്ക് ഒത്തവണ്ണം ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ രാജാവ് തൻ്റെ രാജധാനി വിചാരകന്മാരോട് ആരെയും നിർബന്ധിക്കരുത്, ഓരോരുത്തൻ താൻ്റെ മനസ്സുപോലെ ചെയ്തു കൊള്ളട്ടെ എന്ന് കൽപ്പിച്ചിരുന്നതിനാൽ പാനം ചട്ടം പോലെയായിരുന്നു. രാജ്ഞിയായ വസ്തിയും അഹശ്വേരോശ് രാജാവിൻ്റെ രാജധാനിയിൽ വെച്ച് സ്ത്രീകൾക്കൊരു വിരുന്ന് കഴിച്ചു. 7-ാം ദിവസം വീഞ്ഞു കുടിച്ച് ആനന്ദമായിരിക്കുമ്പോൾ അഹശ്വേരോശ് രാജാവ് മെഹൂമാൻ, ബിസ്ത, ഹർബോന, ബിഗ്ധ, അബഗ്ധ, സേഥർ, കർക്കസ് എന്നിങ്ങനെ രാജധാനിയിൽ സേവിച്ചു നിൽക്കുന്ന 7 ഷണ്ഡന്മാരോട് ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും വസ്തി രാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കേണ്ടതിന് അവളെ രാജകിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൾ സുമുഖിയായിരുന്നു. എന്നാൽ ഷണ്ഡന്മാർ മുഖാന്തരം അയച്ച രാജകൽപ്പന മറുത്ത് വസ്തി രാജ്ഞി ചെല്ലാതിരുന്നു. അതുകൊണ്ട് രാജാവ് ഏറ്റവും കോപിച്ചു. അവൻ്റെ കോപം അവൻ്റെ ഉള്ളിൽ ജ്വലിച്ചു. ആ സമയത്ത് രാജമുഖം കാണുന്നവരും രാജ്യത്ത് പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായ കർശന, ഷേഥാർ, അദ്മാഥ, തർശീഷ്, മേരസ്, മർസന, മെമൂഖാൻ എന്നിങ്ങനെ പാർസിയിലെയും മേദിയയിലെയും 7 പ്രഭുക്കന്മാർ അവനോട് അടുത്തിരിക്കുകയായിരുന്നു. രാജ്യധർമ്മത്തിലും ന്യായത്തിലും പരിജ്ഞാനികളായ എല്ലാവരോടും ആലോചിക്കുക പതിവായിരുന്നതിനാൽ കാലാജ്ഞന്മാരായ ആ വിദ്വാൻമാരോട് രാജാവ് ഷണ്ഡന്മാർ മുഖാന്തരം അഹശ്വേരോശ് രാജാവ് അയച്ച കൽപ്പന വസ്തിരാജ്ഞി അനുസരിക്കായ്ക കൊണ്ട് രാജ്യധർമ്മപ്രകാരം അവളോട് ചെയ്യേണ്ടത് എന്ത് എന്ന് ചോദിച്ചു. അതിന് മെമൂഖാൻ രാജാവിനോടും പ്രഭുക്കന്മാരോടും ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, വസ്തിരാജ്ഞി രാജാവിനോട് മാത്രമല്ല അഹശ്വേരോശ് രാജാവിൻ്റെ സർവ്വ സംസ്ഥാനങ്ങളിലുമുള്ള സകല പ്രഭുക്കന്മാരോടും ജാതികളോടും അന്യായം ചെയ്തിരിക്കുന്നു. രാജ്ഞിയുടെ ഈ പ്രവൃത്തി സകല സ്ത്രീകളും അറിയും. അഹശ്വേരോശ് രാജാവ് വസ്തി രാജ്ഞിയെ തൻ്റെ മുൻപാകെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചയച്ചാറെ അവൾ ചെന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ നിന്ദിക്കും. ഇന്നു തന്നെ രാജ്ഞിയുടെ പ്രവൃത്തി കേട്ട പാർസിയിലെയും മേദിയയിലെയും പ്രഭുഭക്തിമാർ രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരോടും അങ്ങനെ തന്നെ പറയും. ഇങ്ങനെ നിന്ദയും നീരസവും അധികരിക്കും. രാജാവിന് സമ്മതമെങ്കിൽ വസ്തി ഇനി അഹശ്വേരോശ് രാജാവിൻ്റെ സന്നിധിയിൽ വരരുത് എന്ന് തിരുമുമ്പിൽ നിന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുകയും അത് മാറ്റിക്കൂടാതെ വണ്ണം പാർസ്യരുടെയും മേദ്യരുടെയും രാജ്യധർമ്മത്തിൽ എഴുതിക്കുകയും രാജാവ് അവളുടെ രാജ്ഞി സ്ഥാനം അവളേക്കാൾ നല്ലവളായ മറ്റൊരുത്തിക്ക് കൊടുക്കുകയും വേണം. രാജാവ് കൽപ്പിക്കുന്ന വിധി രാജ്യത്തെല്ലായിടവും അത് മഹാരാജ്യമല്ലോ പരസ്യമാകുമ്പോൾ സകല ഭാര്യമാരും വലിയവരോ ചെറിയവരോ ആയ തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും. ഈ വാക്ക് രാജാവിനും പ്രഭുക്കന്മാർക്കും ബോധിച്ചു. രാജാവ് മെമൂഖാൻ്റെ വാക്കുപോലെ ചെയ്തു. ഏതു പുരുഷനും തൻ്റെ വീട്ടിൽ കർത്തവ്യം നടത്തുകയും സ്വഭാഷ സംസാരിക്കുകയും വേണമെന്ന് രാജാവ് തൻ്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അതത് സംസ്ഥാനത്തേക്ക് അതതിൻ്റെ അക്ഷരത്തിലും അതത് ജാതിക്ക് അവരവരുടെ ഭാഷയിലും എഴുത്തയച്ചു. അധ്യായം 2. അതിൻ്റെ ശേഷം അഹശ്വേരോശ് രാജാവിൻ്റെ ക്രോധം ശമിച്ചപ്പോൾ അവൻ വസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെക്കുറിച്ച് കൽപ്പിച്ച വിധിയെയും ഓർത്തു. അപ്പോൾ രാജാവിൻ്റെ സേവകന്മാരായ ഭൃത്യന്മാർ പറഞ്ഞത്, രാജാവിന് വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ അന്വേഷിക്കട്ടെ. രാജാവ് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും
ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം. അവർ സൗന്ദര്യമുള്ള യുവതികളായ സകല കന്യകമാരെയും ശേഖരിച്ച് ശൂഷൻ രാജധാനിയിലെ അന്തഃപുരത്തിൽ രാജാവിൻ്റെ ഷണ്ഡനായി അന്തഃപുര പാലകനായ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിക്കുകയും അവർക്ക് ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യട്ടെ. രാജാവിന് ബോധിച്ച യുവതി വസ്തിക്ക് പകരം രാജ്ഞിയായിരിക്കട്ടെ. ഈ കാര്യം രാജാവിന് ബോധിച്ചു. അവൻ അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ ശൂഷൻ രാജധാനിയിൽ ബെന്യാമീന്യനായ കീശിൻ്റെ മകനായ ശിമെയിയുടെ മകനായ യായീരിൻ്റെ മകൻ മൊർദെഖായ് എന്നു പേരുള്ള യഹൂദൻ ഉണ്ടായിരുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ യഹൂദ രാജാവായ യെഖൊന്യാവോട് കൂടെ കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും യെരുശലേമിൽ നിന്ന് കൊണ്ടുപോയിരുന്നു. അവൻ തൻ്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേർ എന്ന ഹദസ്സയ്ക്ക് അമ്മയപ്പന്മാർ ഇല്ലായ്ക കൊണ്ട് അവളെ വളർത്തിയിരുന്നു. ഈ യുവതി രൂപവതിയും സുമുഖിയും ആയിരുന്നു. അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മൊർദെഖായി അവളെ തനിക്ക് മകളായിട്ടെടുത്തു. രാജാവിൻ്റെ കൽപ്പനയും വിധിയും പരസ്യമായപ്പോൾ അനേകം യുവതികളെ ശേഖരിച്ച് ശൂഷൻ രാജധാനിയിൽ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിച്ച കൂട്ടത്തിൽ എസ്തേറിനെയും രാജധാനിയിലെ അന്തഃപുര പാലകനായ ഹേഗായിയുടെ വിചാരണയിൽ കൊണ്ടുവന്നു. ആ യുവതിയെ അവന് ബോധിച്ചു. അവളോട് പക്ഷം തോന്നി. അവൻ അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളെയും ഉപജീവന വീതത്തെയും രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ടുന്ന 7 ബാല്യക്കാരത്തികളെയും അവൾക്ക് വേഗത്തിൽ കൊടുത്തു. അവളെയും അവളുടെ ബാല്യക്കാരത്തികളെയും അന്തഃപുരത്തിലെ ഉത്തമമായ സ്ഥലത്താക്കി. എസ്തേർ തൻ്റെ ജാതിയും കുലവും അറിയിച്ചില്ല. അത് അറിയിക്കരുത് എന്ന് മൊർദെഖായി അവളോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ എസ്തേറിൻ്റെ സുഖവർത്തമാനവും അവൾക്ക് എന്തെല്ലാമാകുമെന്നുള്ളതും അറിയേണ്ടതിന് മൊർദെഖായി ദിവസം പ്രതി അന്തഃപുരത്തിൻ്റെ മുറ്റത്തിന് മുമ്പാകെ നടന്നുകൊണ്ടിരുന്നു. ഓരോ യുവതിക്ക് 12 മാസം സ്ത്രീജനത്തിന് വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്തു കഴിഞ്ഞ ശേഷം 6 മാസം മൂർതൈലവും 6 മാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റ് വസ്തുക്കളും കൊണ്ട് അവരുടെ ശുദ്ധീകരണകാലം തികയും. ഓരോരുത്തിക്ക് അഹശ്വേരോശ് രാജാവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ മുറ വരുമ്പോൾ ഓരോ യുവതി രാജസന്നിധിയിൽ ചെല്ലും. അന്തഃപുരത്തിൽ നിന്ന് രാജധാനിയോളം തന്നോടുകൂടെ കൊണ്ടുപോകേണ്ടതിന് അവൾ ചോദിക്കുന്ന സകലവും അവൾക്ക് കൊടുക്കും. സന്ധ്യാസമയത്ത് അവൾ ചെല്ലുകയും പ്രഭാതകാലത്ത് രാജാവിൻ്റെ ഷണ്ഡനായി വെപ്പാട്ടികളുടെ പാലകനായ ശയസ്ഗസിൻ്റെ വിചാരണയിലുള്ള 2ാമത്തെ അന്തഃപുരത്തിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്യും. രാജാവിന് അവളോട് ഇഷ്ടം തോന്നിയിട്ട് അവളെ പേർ പറഞ്ഞ് വിളിച്ചല്ലാതെ പിന്നെ അവൾക്ക് രാജസന്നിധിയിൽ ചെന്നുകൂടാ. എന്നാൽ മൊർദെഖായി തനിക്ക് മകളായിട്ടെടുത്തിരുന്ന അവൻ്റെ ചിറ്റപ്പൻ അബീഹയിലിൻ്റെ മകളായ എസ്തേറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിൻ്റെ ഷണ്ഡനും അന്തഃപുര പാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. അങ്ങനെ എസ്തേറിനെ അഹശ്വേരോശ് രാജാവിൻ്റെ വാഴ്ചയുടെ 7-ാം ആണ്ട് തേബേത്ത് മാസമായ 10-ാം മാസത്തിൽ രാജധാനിയിൽ അവൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ചു. അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. രാജാവ് തൻ്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും എസ്തേറിൻ്റെ വിരുന്നായിട്ട് ഒരു വലിയ വിരുന്ന് കഴിച്ചു. അവൻ സംസ്ഥാനങ്ങൾക്ക് ഒരു വിമോചനവും കൽപ്പിച്ചു. രാജപദവിക്കൊത്തവണ്ണം സമ്മാനങ്ങളും കൊടുത്തു. 2-ാം പ്രാവശ്യം കന്യകമാരെ ശേഖരിച്ചപ്പോൾ മൊർദെഖായി രാജാവിൻ്റെ വാതിൽക്കൽ ഇരുന്നിരുന്നു. മൊർദെഖായി കൽപ്പിച്ചതുപോലെ എസ്തേർ തൻ്റെ കുലവും ജാതിയും അറിയിക്കാതെ ഇരുന്നു. എസ്തേർ മൊർദെഖായിയുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവൻ്റെ കൽപ്പന അനുസരിച്ചു പോന്നു. ആ കാലത്ത് മൊർദെഖായി രാജാവിൻ്റെ വാതിൽക്കൽ ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരിൽ രാജാവിൻ്റെ 2 ഷണ്ഡന്മാരായ ബിഗ്ധാനും തേരശും ക്രുദ്ധിച്ച് അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ തരം അന്വേഷിച്ചു. മൊർദെഖായി കാര്യമറിഞ്ഞു എസ്തേർ രാജ്ഞിക്ക് അറിവ് കൊടുത്തു. എസ്തേർ അത് മൊർദെഖായിയുടെ നാമത്തിൽ രാജാവിനെ ഗ്രഹിപ്പിച്ചു. അന്വേഷണം ചെയ്താറെ കാര്യം സത്യമെന്ന് കണ്ടു അവരെ 2 പേരെയും കഴുവിന്മേൽ തൂക്കിക്കളഞ്ഞു. ഇത് രാജാവിൻ്റെ മുമ്പിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു. അധ്യായം 3. അനന്തരം അഹശ്വേരോശ് രാജാവ് ആഗാഗ്യനായ ഹമ്മേദാഥയുടെ മകൻ ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്തു. അവൻ്റെ ഇരിപ്പിടം തന്നോടുകൂടെ ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായി വെച്ചു.
രാജാവിൻ്റെ വാതിൽക്കലെ രാജഭൃത്യന്മാർ ഒക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും മൊർദെഖായി അവനെ കുമ്പിട്ടില്ല, നമസ്കരിച്ചതുമില്ല. അപ്പോൾ രാജാവിൻ്റെ വാതിൽക്കലെ രാജഭൃത്യന്മാർ മൊർദെഖായിയോട്, നീ രാജകൽപ്പന ലംഘിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവർ ഇങ്ങനെ ദിവസം പ്രതി അവനോട് പറഞ്ഞിട്ടും അവൻ അവരുടെ വാക്ക് കേൾക്കാതിരുന്നതിനാൽ മൊർദെഖായിയുടെ പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന് അവർ അത് ഹാമാനോട് അറിയിച്ചു. താൻ യഹൂദൻ എന്ന് അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊർദെഖായി തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ലെന്ന് കണ്ടിട്ട് ഹാമാൻ കോപം കൊണ്ട് നിറഞ്ഞു. എന്നാൽ മൊർദെഖായിയെ മാത്രം കയ്യേറ്റം ചെയ്യുന്നത് അവന് പുച്ഛകാര്യമായി തോന്നി. മൊർദെഖായിയുടെ ജാതി ഇന്നതെന്ന് അവന് അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അഹശ്വേരോശിൻ്റെ രാജ്യത്തെല്ലായിടവും ഉള്ള മൊർദെഖായിയുടെ ജാതിക്കാരായ യഹൂദന്മാരെയൊക്കെയും നശിപ്പിക്കേണ്ടതിന് ഹാമാൻ തരമന്വേഷിച്ചു. അഹശ്വേരോശ് രാജാവിൻ്റെ 12-ാം ആണ്ടിൽ നീസാൻ മാസമായ 1-ാം മാസത്തിൽ അവർ ആദാർ എന്ന 12-ാം മാസം വരെയുള്ള ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും കുറിച്ച് ഹാമാൻ്റെ മുമ്പിൽ വെച്ച് പൂര് എന്ന ചീട്ടിട്ട് നോക്കി. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറിക്കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവർ രാജാവിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതുമില്ല. അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമല്ല. രാജാവിന് സമ്മതമുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കേണ്ടതിന് സന്ദേശം എഴുതി അയക്കണം. എന്നാൽ ഞാൻ കാര്യവിചാരകന്മാരുടെ കയ്യിൽ 10,000 താലന്ത് വെള്ളി രാജാവിൻ്റെ ഭണ്ഡാരത്തിലേക്ക് കൊടുത്തയക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് തൻ്റെ മോതിരം കയ്യിൽ നിന്ന് ഊരി അഗാഗ്യനായ ഹമ്മെദാഥയുടെ മകനായി യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന് കൊടുത്തു. രാജാവ് ഹാമാനോട്, ഞാൻ ആ വെള്ളിയെയും ആ ജാതിയെയും നിനക്ക് ദാനം ചെയ്യുന്നു, ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ 1-ാം മാസം 13-ാം തീയതി രാജാവിൻ്റെ രായസക്കാരെ വിളിച്ചു. ഹാമാൻ കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ രാജപ്രതിനിധികൾക്കും ഓരോ സംസ്ഥാനത്തിലെ ദേശാധിപതികൾക്കും അതത് ജനത്തിൻ്റെ പ്രഭുക്കന്മാർക്കും അതത് സംസ്ഥാനത്തിലേക്ക് അവിടുത്തെ അക്ഷരത്തിലും അതത് ജനത്തിനും അവരുടെ ഭാഷയിലും എഴുതി അഹശ്വേരോശ് രാജാവിൻ്റെ നാമത്തിൽ അതെഴുതി രാജമോതിരം കൊണ്ട് മുദ്രയിട്ടു. ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നുമുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വശം എഴുത്തയച്ചു. അന്നത്തേക്ക് ഒരുങ്ങിയിരിക്കണമെന്ന് സകല ജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതിന് കൊടുത്ത തീർപ്പിൻ്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും പ്രസിദ്ധമാക്കി. അഞ്ചൽക്കാർ രാജകൽപ്പന പ്രമാണിച്ചു ക്ഷണത്തിൽ പുറപ്പെട്ടുപോയി ശൂഷൻ രാജധാനിയിലും ആ തീർപ്പ് പരസ്യം ചെയ്തു. രാജാവും ഹാമാനും കുടിപ്പാനിരുന്നു. ശൂഷൻ പട്ടണമോ കലങ്ങിപ്പോയി. അധ്യായം 4. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടെടുത്തു വെണ്ണീർ വാരി ഇട്ടും കൊണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. അവൻ രാജാവിൻ്റെ പടിവാതിലോളവും വന്നു. എന്നാൽ രട്ടെടുത്തും കൊണ്ട് ആർക്കും രാജാവിൻ്റെ പടിവാതിലിനകത്ത് കടന്നുകൂടായിരുന്നു. രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും ചെന്ന ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി. പലരും രട്ടെടുത്തു വെണ്ണീറിൽ കിടന്നു. എസ്തേറിൻ്റെ ബാല്യക്കാരത്തികളും ഷണ്ണന്മാരും വന്ന് അത് രാജ്ഞിയെ അറിയിച്ചപ്പോൾ അവൾ അത്യന്തം വ്യസനിച്ചു. മൊർദെഖായിയുടെ രട്ട് നീക്കി അവനെ ഉടുപ്പിക്കേണ്ടതിന് അവന് വസ്ത്രം കൊടുത്തയച്ചു. എന്നാൽ അവൻ വാങ്ങിയില്ല. അപ്പോൾ എസ്തേർ തൻ്റെ ശുശ്രൂഷയ്ക്ക് രാജാവ് ആക്കിയിരുന്ന ഷണ്ണന്മാരിൽ ഒരുത്തനായ ഹഥാക്കിനെ വിളിച്ച് അത് എന്തെന്നും അതിൻ്റെ കാരണം എന്തെന്നും അറിയേണ്ടതിന് മൊർദെഖായിയുടെ അടുക്കൽ പോയി വരുവാൻ അവന് കൽപ്പന കൊടുത്തു. അങ്ങനെ ഹഥാക്ക് രാജാവിൻ്റെ പടിവാതിലിന് മുൻപിൽ പട്ടണത്തിൻ്റെ വിശാല സ്ഥലത്ത് മൊർദെഖായിയുടെ അടുക്കൽ ചെന്നു. മൊർദെഖായി തനിക്ക് സംഭവിച്ചതൊക്കെയും യഹൂദന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം ഹാമാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദ്രവ്യസംഖ്യയും അവനോട് അറിയിച്ചു. അവരെ നശിപ്പിക്കേണ്ടതിന് ശൂശനിൽ പരസ്യമാക്കിയിരുന്ന തീർപ്പിൻ്റെ പകർപ്പ് അവൻ അവൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് എസ്തേറിനെ കാണിച്ച് വിവരം അറിയിപ്പാനും അവൾ രാജസന്നിധിയിൽ ചെന്ന് തൻ്റെ ജനത്തിനു വേണ്ടി അപേക്ഷയും യാചനയും കഴിക്കേണ്ടതിന് അവളോട് ആജ്ഞാപിപ്പാനും പറഞ്ഞു.
അങ്ങനെ ഹഥാക്ക് ചെന്ന് മൊർദെഖായിയുടെ വാക്ക് എസ്തേറിനെ അറിയിച്ചു. എസ്തേർ മൊർദെഖായിയോട് ചെന്ന് പറവാൻ ഹഥാക്കിന് കൽപ്പന കൊടുത്തത് എന്തെന്നാൽ, യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിൻ്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോടിരിക്കത്തക്കവണ്ണം രാജാവ് പൊൻചെങ്കോൽ അയാളുടെ നേരെ നീട്ടാഞ്ഞാൽ അയാളെ കൊല്ലേണമെന്ന ഒരു നിയമം ഉള്ള പ്രകാരം രാജാവിൻ്റെ സകല ഭൃത്യന്മാരും രാജാവിൻ്റെ സംസ്ഥാനങ്ങളിലെ ജനവും അറിയുന്നു. എന്നാൽ എന്നെ ഈ 30 ദിവസത്തിനകത്ത് രാജാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല. അവർ എസ്തേറിൻ്റെ വാക്ക് മൊർദെഖായിയോട് അറിയിച്ചു. മൊർദെഖായി എസ്തേറിനോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ രാജധാനിയിൽ ഇരിക്കയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ആർക്കറിയാം. അതിന് എസ്തേർ മൊർദെഖായിയോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂശനിൽ ഉള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മൊർദെഖായി ചെന്നു എസ്തേർ കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു.